Hi friends, Assalamu alaikum. Bismi channel എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തോലൊക്കെ കറുത്ത് പഴുത്തു പോയിട്ടുള്ള ഒരു നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ്, സിമ്പിൾ ആണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പഴയോടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഴിമുട്ട നല്ല വലിയ കോഴിമുട്ടയാണ് 3 മതി. ചെറുതാണെങ്കിൽ 4 എടുക്കാം ട്ടോ. ഞാൻ ചെറുതായതുകൊണ്ട് 4 എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് അളവില്ലെങ്കിൽ ഒരു ഗ്ലാസ് എല്ലാത്തിനും അളവായിട്ട് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 2 പിഞ്ച് സിനമൺ പൗഡർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കറുവാപ്പട്ട ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു 2 പിഞ്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്താൽ ഇതിന്റെ കുത്തുണ്ടാവും കേട്ടോ. അതുകൊണ്ട് 2 പിഞ്ച് സിനമൺ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാനിതിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇതേപോലെ ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചെടുക്കുക. കുത്തി നിറച്ച് എടുക്കരുത് കേട്ടോ. ഇതേപോലെ പതുക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നിറച്ചിട്ട് ഒന്ന് വടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ നുള്ളി എടുക്കുന്ന അത്രയും 1 പിഞ്ച് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒന്നില്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ 1 പ്രാവശ്യം അരിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കേക്കിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഒരു ഐറ്റമാണിത്. നമ്മൾ മാവ് മിക്സ് ചെയ്യുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സിങ് നല്ലൊരു പ്രധാനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുത്താൽ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമ്മളിവിടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 4 കോഴിമുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ മുട്ട മണമൊന്നും വരാതിരിക്കാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1/2 കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കുക. മണമില്ലാത്ത ഏതോ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അതും കൂടെ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെടുക്കുന്ന എല്ലാ പാത്രങ്ങളും വെള്ളമൊന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ടുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം. മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഉപ്പും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാടിട്ട് കുത്തി ഇളക്കണ്ട. നമ്മൾ എന്താ പറയുക, ഇത് ഈ സ്പാച്ചിലല്ല ഈ എന്താ പറയുക വിസ്ക് നന്നായിട്ട് ഇങ്ങനെ തിരിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ തന്നെ പെട്ടെന്ന് മിക്സായി കിട്ടിക്കോളും. ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ കുത്തി ഇളക്കിയാൽ നമ്മൾ കേക്കല്ലേ തയ്യാറാക്കുന്നത്, അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതേപോലെ പതുക്കെ ഒന്ന് വിസ്ക് കൊണ്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാകും കേട്ടോ. ഇങ്ങനെ ഇപ്പം ഞാനിതിൽ കാണിക്കുന്നത് പോലെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടിക്കോളും. അപ്പം മുട്ടയൊക്കെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നല്ല പതഞ്ഞിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ആ ഒരു പതയൊന്നും കെട്ടുപോകാതെ പതുക്കെ ഒന്നിങ്ങനെ തിരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് വെച്ചത് നമുക്കിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ നേരത്തെ നല്ല തോലൊക്കെ കറുത്ത് പഴുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം എടുത്തിരുന്നില്ലേ, ആ നേന്ത്രപ്പഴം ഇപ്പോഴാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തോലൊക്കെ ഒന്ന് നീക്കിയതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അരച്ചെടുക്കുമ്പോൾ ഇത് ഒറ്റയ്ക്ക് അരച്ചെടുത്താൽ മതി. അല്ലാതെ ഇതിൻ്റെ ഒപ്പം പാലോ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കട്ട് ചെയ്ത് ഇതുപോലെ മിക്സിയിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുന്ന സമയത്ത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതുപോലെ പഴമൊക്കെ തോലൊക്കെ കറുത്ത് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്നാക്ക് തയ്യാറാക്കിക്കൊണ്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന, കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട്
ബീറ്ററോ ഓവനോ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ സാധാരണ കുക്കറിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ബിരിയാണി ചെമ്പോ ഏതെങ്കിലും ഒരു പാത്രത്തിലൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. സ്റ്റീൽ പാത്രത്തിൽ പോലും നമുക്ക് കേക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇപ്പോൾ ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ കയ്യിലില്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ട് കുക്കറിൻ്റെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിൻ്റെ എല്ലാ ഭാഗത്തും കുക്കർ മുഴുവനായിട്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൈദ ഇങ്ങനെ ഇട്ടിട്ട് ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ട് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. എന്നാലും ഒട്ടിപ്പോകാതെ കിട്ടും. ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഒരു സ്ക്വയറോ അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു ഇർക്കിലോ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരല്പം പോലും എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കേക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ആദ്യം അടിയിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിൽ ആ ഫ്രൈ പാൻ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പഴയതാണ്, ഉപയോഗിക്കാത്ത ഒരു പാത്രം എടുത്താൽ മതി, ഫ്രൈ പാൻ ഏതെങ്കിലും. എന്നിട്ട് നന്നായി ചൂടായി വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ കുക്കർ വെച്ച് കൊടുക്കുക. കുക്കർ വെച്ച് കൊടുക്കുമ്പോൾ വിസിലെടുത്ത് മാറ്റാൻ മറക്കരുത് കേട്ടോ. ഇതെനിക്കൊരു 40 മിനിറ്റാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു 40 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേന്ത്രപ്പഴമൊക്കെ വീട്ടിൽ വെറുതെ കറുത്തിട്ട് കളയാനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കളയണ്ട, ഇതുപോലെ തന്നെ ഒന്ന് തയ്യാറാക്കി കൊടുക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് ഒരു ലൈക്കും ചെയ്യാനും മറക്കരുത്. ലൈക്കിൻ്റെ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനും ശ്രദ്ധിക്കുക. എന്നാലേ എല്ലാ ചെരുവുകളും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയ സമയത്ത് കണ്ടോ, ഒന്ന് കുത്തി നോക്കുമ്പോൾ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടൊരു കുക്കറും അതുപോലെ തന്നെ മിക്സിയൊക്കെ വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കണ്ടോ, കുക്കറിൽ ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇതൊന്ന് കട്ട് ചെയ്യാം. നിങ്ങൾക്കിത് കത്തി വയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിതിങ്ങനെ നെക്കിയിട്ട് വിടുമ്പോൾ കണ്ടോ, നെക്കുന്ന അതേപോലെ അമുങ്ങ് പെട്ടെന്ന് തന്നെ വീർത്ത് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റാണ്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് റെഡിയാക്കി നോക്കുകൊണ്ട് കേട്ടോ. റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്ന എൻ്റെ ഏതെങ്കിലും പ്രിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റ് ആയിട്ട് എത്തും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ